ഇന്ന് വിവാഹ വാർഷികവും പിറന്നനാളും ആഘോഷിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. സർവേശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ രാവിലെ എൻ്റെ ജോലികൾ തുടങ്ങി. ഞാൻ 4 മണിക്ക് രാവിലെ എഴുന്നേൽക്കുന്നതാണെന്ന് പറഞ്ഞാലും അതിൻ്റെ ആ ഒരു റൊട്ടീൻസൊക്കെ എനിക്ക് ഒരുപാട് മാറിപ്പോയി. കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ആദ്യം ചെയ്യുന്നത് ധ്യാനം, പൂജ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സ്റ്റാർട്ടിങ് ആകുന്നത്. ഇപ്പോൾ അത് സ്കൂളിൽ പഠിക്കുമ്പോൾ, ഇപ്പോൾ മോള് കോളേജിലായതിനു ശേഷം അവൾ പഠിക്കുന്നത് കോയമ്പത്തൂർ PSC ആർട്സ് ആൻഡ് സയൻസിലാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഏകദേശം ഒരു 2 മണിക്കൂർ ട്രാവലുണ്ട്. അപ്പോൾ അവിടെ ഇവിടുന്ന് 6 മണിക്ക് ബസ് കയറിയെങ്കിൽ മാത്രമേ മോൾക്ക് അവിടെ ആ സമയത്തിന് ചെല്ലാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാൽ കുടിച്ചിട്ടൊക്കെയാണ് അവൾ രാവിലെ പോകുന്നത്. അപ്പോൾ അവൾക്ക് രാവിലത്തേക്കും അവൾ കോളേജിൽ ചെന്ന് കഴിക്കാനും പിന്നെ ഉച്ചക്കലത്തേക്ക് കഴിക്കാനും ഉള്ളത് വേണം കൊടുത്തുവിടാൻ. 1 മണി വരെയൊക്കെയാണ് ക്ലാസ് ഉള്ളത്. ആ 1 മണിക്ക് അവളെ വിട്ടാലും അവൾ ബസ് കയറി വീട്ടിൽ വരുമ്പം എങ്ങനെയാണെങ്കിലും ഒരു 3 മണിയോളം ആകും വരുമ്പോൾ. അപ്പോഴത്തേക്ക് വിശക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉച്ചക്കലത്തേക്ക് കൊടുത്തു വിടുന്നത്. മാക്സിമം അവൾ കഴിക്കാതെ വീട്ടിൽ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യാറുള്ളത്. സമയം കിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ പറയും, കോളേജിലെ ക്യാമ്പസിൽ ഇരുന്നാണെങ്കിലും നിനക്ക് കഴിച്ചിട്ട് വരാമല്ലോ എന്ന്. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ കൊടുത്തു വിടും. സപ്പോസ് എപ്പോഴാണ് വിശക്കുന്നതെന്ന് വിശപ്പോൾ ചോറ് കിട്ടിയാൽ ആഗ്രഹം ഉണ്ടാകുന്ന തോന്നുന്ന അറിയില്ലല്ലോ. പിന്നെ ചില സമയങ്ങളിൽ ഞാൻ ലേറ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ രാവിലത്തെ മാത്രം എന്തെങ്കിലും കൊടുത്തു വിട്ടിട്ട് പിന്നെ ഉച്ചക്കലത്തേക്ക് അവൾ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാനെന്ന് പറഞ്ഞിട്ട് പൈസ എക്സ്ട്രാ കൊടുത്തു വിടുക. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്നാലും മാക്സിമം ഞാൻ വെളിയിൽ നിന്ന് കഴിക്കാൻ അവളെ പ്രോത്സാഹിപ്പിക്കാറില്ല. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവൾ പോയി കഴിഞ്ഞ ശേഷം പിന്നെ പുള്ളിക്കാരൻ 8:45 പഞ്ച് ചെയ്യണം. വീടിനടുത്ത് തന്നെയാണ് ഓഫീസെന്ന് പറഞ്ഞാലും കറക്റ്റ് ടൈമിൽ എന്നെ ജോലിയിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. വീട്ടിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ആൾ എങ്ങനെയായാലും ഒരു ലേറ്റ് ആകണ്ടെന്ന് വിചാരിച്ചിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ പോയേക്കും രാവിലെ. അപ്പോൾ ഞാൻ വീടിനടുത്തായതുകൊണ്ട് ലഞ്ച് ബോക്സിലൊക്കെ ആക്കിയിട്ട് ഞാൻ ഇടയിൽ കൊടുക്കും. ഗേറ്റിൻ്റെ അവിടെ കൊടുത്ത സെക്യൂരിറ്റി വാങ്ങി വെച്ച് കൊടുത്തിടും. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഞാൻ വീട്ടിൽ വന്ന് അല്ലെങ്കിൽ ഞാൻ അദ്ദേഹം പോയതിന് ശേഷം പിന്നെ എൻ്റെ ചെടികളെ പരിപാലിക്കുന്നത്, ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നത്, ഇതൊക്കെയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന തുമ്പച്ചെടി എന്ന് പറയുന്നത് ഇത് ഞാൻ സ്പെഷ്യൽ വളർത്തുന്ന ഒരു ചെടിയാണ്. എല്ലാ ചെടികളെക്കാട്ടിലും ഈ ചെടിക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് മോൾ എനിക്ക് ശിവലിംഗം ഗിഫ്റ്റ് തന്നത്, എൻ്റെ കയ്യിൽ ശിവലിംഗം വന്നത് അന്ന് മുതൽ ഞാൻ ഈ ചെടി വളർത്താൻ തുടങ്ങിയതാണ്. അത് ശിവലിംഗം വന്നതിന് ശേഷം ഒരു ദിവസം ഇങ്ങനെ റോഡിലൂടെ നടക്കുമ്പോൾ ഈ തുമ്പച്ചെടി റോഡ് സൈഡിൽ നിൽക്കുന്ന കണ്ടു. അപ്പോൾ ടക്കെന്ന് ഞാനത് പറിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് വെച്ചു. എനിക്ക് തോന്നി ഇത് നല്ലതാണെന്ന്. അപ്പോൾ പിന്നെ തുമ്പപ്പൂ ഭഗവാൻ ഇഷ്ടപ്പെട്ടൊരു പൂവാണെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ അതിന് ശേഷം കൂടുതൽ ഇതായിട്ട് ഞാൻ ആ ചെടി വളർത്തിക്കൊണ്ട് വന്നു. ആദ്യത്തെ ചെടി പട്ടുപോയി, പിന്നീട് ഇത് രണ്ടാമത് വളർന്നു വന്നതാണ്. അപ്പോൾ ദിവസവും ഇതിന്ന് 2-3 പൂവെടുത്ത് ഭഗവാന് വെച്ച് കഴിയുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ ജീവിതം ഇപ്പം ഞാൻ ഈ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും ഒക്കെ പല പോരായ്മകളുണ്ടെങ്കിൽ പോലും ഇതെല്ലാം ഭഗവാൻ എനിക്ക് തന്ന ഗിഫ്റ്റാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളെയും ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു വന്ന് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നെങ്കിൽ, ഈ മനസ്സമാധാനം അനുഭവിക്കുന്നെങ്കിൽ എല്ലാത്തിനും കാരണം എൻ്റെ ഭഗവാനാണ്. ഭർത്താവിൻ്റെ സ്വഭാവം മാറിയത് ഒക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഈ വിഗ്രഹമാണെങ്കിൽ ശരി, ശിവലിംഗമാണെങ്കിൽ ഇത് ഞാൻ അറിയാതെ തന്നെ എന്നിലേക്ക് വന്നതാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഭഗവാനെ ഭജിക്കണമെങ്കിൽ ഭഗവാന്റെ അനുവാദം വേണമെന്ന്. ഭഗവാൻ എനിക്ക് അനുവാദം തന്നെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റങ്ങളൊക്കെ സംഭവിച്ചത്. പിന്നെ ഞാൻ ഇതിൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ ജോലിക്കിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നത്. ആ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഷോപ്പുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ നിർത്തിയിട്ട് ഞാനിപ്പോൾ വീട്ടിൽ സ്വസ്ഥമാണ്. ഹസ്ബൻഡ് പറഞ്ഞു, നീ എല്ലാവർക്കും തയ്ച്ചു കൊടുക്കണ്ട, നിനക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആൾക്കാർക്ക് മാത്രം നീ തയ്ച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു. പക്ഷേ എനിക്ക് ഷോപ്പ് ഇടണമെന്നാണ് ആഗ്രഹം. അതിന് ഭഗവാൻ എന്നാണ് എനിക്ക് അനുവാദം തരുന്നത് അന്ന് ഞാൻ തീർച്ചയായിട്ടും ഷോപ്പിടും. അതുവരേക്കും ഞാൻ ഭഗവാനെ പറ്റി സംസാരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. അതിനാണ് ഭഗവാൻ എന്നെ ഒറ്റപ്പെടുത്തി എന്നെ വീട്ടിലിരുത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമുക്കിനി വേറൊരു ചാനലുണ്ട്, ഞാൻ അതിനകത്ത് ഭഗവാനെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ ചാനലും നിങ്ങളൊന്ന് പോയി കാണുക. പേര് മോട്ടീവ് വൈബ്സ് 369
എന്നാണ് ചാനലിൻ്റെ പേര്. അത് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോഴേ നിങ്ങൾ വരും, ആ ചാനൽ കാണാം. അതിൽ ഞാൻ ഭഗവാനെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതും പോയി ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, ഭഗവാനെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ വരും, എങ്കിലും ഭഗവാൻ നമ്മളെ കൈവിടില്ല. ഞാൻ ഇപ്പോൾ ഈ നിമിഷം അനുഭവിക്കുന്ന മനസ്സമാധാനം, അത് എത്രയധികം പോരായ്മകൾക്കിടയിലാണെങ്കിൽ പോലും മനസ്സിന് നല്ല ഒരു കോൺഫിഡൻറ്റോടെ ആ മനസ്സിനുള്ള സന്തോഷമായിട്ട് ഞാൻ ഇന്ന് ജീവിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് എനിക്ക് മഹാദേവൻ തന്ന ഗിഫ്റ്റാണ്. ഒരുപാട് സങ്കടങ്ങളെ താണ്ടിയാണ് വന്നതെങ്കിൽ പോലും. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ.